ഇന്നത്തെ യാത്ര കാവക്കാട് സെൻറ്റ് ജോർജ് കുരിശുമുടിയിലേക്കാണ്. ഇതാണ് കുരിശുമുടിയിലേക്കുള്ള പ്രധാന റോഡ്. ആദ്യകാലത്ത് ഇവിടെ റോഡുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മലപ്രദേശത്തിൻ്റെ കീഴ്ഭാഗത്തു നിന്നുള്ള ഒരു വഴിയായിരുന്നു ഇത്. ഒരു പാറ പോലത്തെ പ്രദേശത്തു കൂടി നമ്മൾ ചവിട്ടി കയറി പോകണമായിരുന്നു. 2003 ഫെബ്രുവരി 3, 4 തീയതികളിൽ അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ വള്ളംകുന്നേൽ തങ്കച്ചൻ ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചതും പൂർത്തിയാക്കിയതും. ഗീവർഗീസ് പുണ്യാളൻ്റെ കുരിശുമുടിയിലേക്കുള്ള പ്രധാന ഭാഗങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു കപ്പേള പോലെ പണിതിട്ട് ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു തിരുരൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കാലത്ത് ഈ വഴിക്ക് പോകുന്ന ആളുകൾ ഇവിടെ പ്രാർത്ഥിച്ച് തിരികെത്തിച്ചിട്ടാണ് പോകാറുള്ളത്. തുടർന്ന് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ കുരിശിൻ്റെ വഴി ഓരോന്നായി ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നാം ഭാഗം കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോകുന്തോറും ഇങ്ങനെ ചെറിയ ചെറിയ പായലും ചെറിയ ചെറിയ ചെടികളും എല്ലാം കാണാം. ഇവിടെ വളരെ സൂക്ഷിച്ച് മാത്രമേ മുകളിലോട്ട് കയറാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുത്തായ ചെരിഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് തുടർന്നും മുകളിലോട്ട് പോകുമ്പോൾ അങ്ങിങ്ങായി കാണപ്പെടുന്ന മണ്ണുള്ള സ്ഥലങ്ങളിലൂടെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ചെറിയ ചെറിയ പായലും ഒക്കെ വളർന്നിരിക്കുന്ന കാണാം. ഇത് വിവിധ കളറുകളോട് കൂടിയതാണ് ഇതിൻ്റെ വിന്യാസം. കണ്ടോ, ഒരു ബ്രൗൺ പോലത്തെ കളറും പച്ച കളറും എല്ലാം കാണാം. തുടർന്ന് ഇങ്ങനെ ഒന്നൊന്നായി കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ മുമ്പോട്ട് പോകുക. അതുകൊണ്ടോ ഇവിടെ ഒരു കളറുള്ള ചെടിയുണ്ട്. തുടർന്നും 7ാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കണ്ടോ, വീണ്ടും വീണ്ടും ഈ പാറയിലൂടെ അങ്ങിങ്ങായി കാണുന്ന ചെടികളിലൂടെ എല്ലാം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം വേറൊരു പച്ച കളറുള്ള ഒരു കുറ്റി കുറ്റിയായ ചെടികൾ കാണാം. ഉണ്ട്. ഇവിടെയൊക്കെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, ഇവിടെ കുത്തനെയാണ് ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത്. ഈ കുത്തനെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ചവിട്ടി പോകുന്നത്. ഇവിടെ പിള്ളേരൊക്കെ പോകുമ്പം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ മുകളിലോട്ട് പോകേണ്ടതാണ്. കണ്ടോ, ഓരോ തരം കളറുള്ള ഈ ചെടികൾ മാറി 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 വരുന്നു. അങ്ങനെ 10ാം സ്ഥലത്ത് ഇവിടെ എത്തി. ഇവിടെ ആകുമ്പോഴേ നമ്മൾ എത്തുമ്പോഴേക്കും ശരിക്കും കതച്ചിട്ട് വല്ലാതെ വേർക്കും. കാലാവസ്ഥ ചൂടുള്ളതാണെങ്കിൽ നന്നായിട്ട് വേർത്ത് നമ്മൾ ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ക്ഷീണം വരും. കണ്ടോ, തുടർന്നും ഇങ്ങനെയുള്ള പാറയിൽ കൂടി പോയി. കണ്ടോ, ഇപ്പം ഇതിൻ്റെ മുകളിൽ എത്തിയപ്പം ഒരു നിരന്ന പ്രദേശത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 12ാം സ്ഥലത്തുനിന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുന്നു. അങ്ങിങ്ങായി കാണപ്പെടുന്ന ഈ മണ്ണുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ ചെടികൾ വളർന്നിരിക്കുന്നത്. 13ാം സ്ഥലമെത്തി. ഇനി 14ാം സ്ഥലത്തിലേക്ക് കയറുമ്പം ഒരു ചെറിയ കുത്തനെയുള്ള സ്ഥലമാണ്. ഇവിടെ വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. നമ്മൾ ഇവിടെ 14ാം സ്ഥലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പ്രവേശിക്കുന്നത് പള്ളിയിലേക്കുള്ള മെയിൻ പള്ളി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇത് പള്ളിയുടെ ഗേറ്റാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് സെൻറ്റ് ജോർജ് പുണ്യവാളൻ്റെ കുരിശുമുടി. അതിൻ്റെ ഫ്രണ്ടിലുള്ള കുരിശാണ് ഈ കാണുന്നത്. ഇത് ആദ്യകാലത്തൊരു പഴയ കെട്ടിടമായിരുന്നു. പിന്നീട് അത് പുതുക്കി പണിതാണ് ഈ നിലയിലാക്കിയത്. അതിന് ശേഷമാണ് ഇതിങ്ങനെ ഷീറ്റിട്ട് നനയാതെ ഈ രീതിയിലാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് പ്രധാന കാഴ്ചകൾ ആരംഭിക്കുന്നത്. ഇത് പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന മാവാണ്. കോമാവ് എന്ന നാട്ടിൽ അറിയപ്പെടുന്നു. ഇത് ഒരു 40 50 വർഷം ഏത് ഉയരത്തിലും വണ്ണത്തിലും നിൽക്കുന്നോ ആ ഉയരത്തിലും വണ്ണത്തിലും ഇപ്പോഴും ഇത് കാണാം. ഒരു മാറ്റമില്ലാതെ തുടരുന്നു. ഇതാണ് ആ മാവ്. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ പള്ളിയുടെ ചുറ്റും കാണുന്ന രസകരമായ കാഴ്ചകളാണ്. നിറച്ച് ചെറിയ ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ട് ഈ ഭാഗം നമുക്ക് കാണാം. ഇതാണ് പള്ളിയുടെ പുറകുവശം.
തുടർന്ന് എവിടെ നിന്നോ വന്നതുപോലെ അതിശക്തമായ ഒരു കാറ്റും മഴയും ഇവിടെ വീശി. ഇതിൻ്റെ അകത്തൂടെയൊക്കെ നിറച്ചിങ്ങനെ വെള്ളം അടിച്ച് കയറി അതിശക്തമായ കാറ്റും ഇത് ഒരു ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കാറ്റും മഴയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഇതിൻ്റെ കീഴിൽ മഴ കഴിയുന്നത് വരെ ഞാനും കുട്ടികളും കാത്തുനിന്നു. ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ വീണ്ടും കാഴ്ചകളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഈ പള്ളിയുടെ ഗേറ്റിന് പുറത്ത് കടന്ന് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 മലകളും കാണാം. കല്ലൂർക്കാട് മുടിയും മണീന്ദ്രമുടിയുമാണ് ഇവിടെ കാണുന്നത്. തുടർന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുവശത്ത് ഇങ്ങനെ കാട്ടുചെടികൾ പൂത്ത് അതിമനോഹരമായിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങിങ്ങായി കാണുന്ന പുൽച്ചെടികളിൽ വിവിധ കളറോട് കൂടിയ ചെറിയ ചെറിയ പൂക്കൾ കാണാം. ഇത് ഒരു നീല പൂവുള്ള ചെടിയാണ്. ഇത് നമുക്ക് കാണാൻ ഒരു മുട്ടക്കുന്ന് പോലെ മനോഹരമായിട്ടൊരു നീല പുതപ്പിട്ട പോലെ നമുക്ക് കാണാവുന്നതാണ്. തുടർന്നുള്ള കാഴ്ചകൾ ദൂരക്കാഴ്ചകളിലേക്കാണ് വരുന്നത്. ഇത് നോർത്തേൺ ഹെമിഫറസ് മുകളിൽ ഒരു മുട്ടയുടെ പകുതി കമത്തി വെച്ച പോലെ നമുക്ക് ചുറ്റും പാടും നിരീക്ഷിച്ചാൽ കാണാവുന്നതാണ്. ഇവിടെ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുടിയായ ആനമുടി ഒരു മലയ്ക്ക് മറഞ്ഞു നിൽക്കുന്ന അതായിട്ട് നമുക്കും വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. തുടർന്ന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റി കാളിയാർ പുഴ ഒഴുകുന്നു. ഈ കാളിയാർ പുഴയിലൂടെ ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആയവന പഞ്ചായത്തിൻ്റെ പ്രധാന കുടിവെള്ള പദ്ധതിയുടെ ചപ്പാത്തിലെത്തിച്ചേരാവുന്നതാണ്. ഇവിടെ മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ നമുക്ക് കാണാവുന്നതുമാണ്. തുടർന്നും വൈകുന്നേരങ്ങളിലെത്തിയാൽ പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അതിമനോഹരമായ രീതിയിൽ തന്നെ അസ്തമിക്കുന്നത് നമുക്ക് കാണാം. അത് റെഡായിട്ട് ആകാശത്ത് വിവിധ വർണ്ണങ്ങളോട് കൂടിയിട്ടും അസ്തമിക്കുന്നത് നമുക്ക് വളരെ അടുത്ത് നിന്ന് എന്നതുപോലെ നമുക്ക് കാണാവുന്നതാണ്. തുടർന്നുള്ള കാഴ്ചകൾ പ്രധാനമായിട്ടും നാട്ടിലറിയപ്പെടുന്ന കല്ലുറാണി എന്നറിയപ്പെടുന്ന പക്ഷി ഈ ചെറിയ ചെറിയ കല്ലുകൾ കൂട്ടിവെച്ച് ഈ പാറപ്പുറത്ത് മുട്ടയിടുന്നു. ഈ മുട്ട നമുക്ക് ഈ പാറയുടെ കളർ തന്നെ ആയതുകൊണ്ട് ഈ മുട്ട നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. പിന്നീടുള്ള അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് കലമ്പട്ട എന്നറിയപ്പെടുന്ന നീല കളറുള്ള പൂവ്. ഇത് വളരെ പണ്ട് ഈ പ്രദേശത്ത് മുഴുവൻ ഈ പൂവ് വിടർന്ന് നിൽക്കുന്നു. ഈ സീസണിൽ നമുക്ക് നോക്കിയാൽ നീലക്കുറിഞ്ഞി പൂവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ പ്രദേശം മുഴുവൻ ഒരു നീല കളറോട് കൂടി നമുക്ക് കാണാവുന്നതാണ്. സൗഹൃദങ്ങളും യാത്രകളും ഒരിക്കലും മറക്കാതിരിക്കട്ടെ എന്ന ഓർമ്മക്കുറിപ്പോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.